ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ആദ്യം തന്നെ പറയാം, ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു, ഇന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്തിടുന്നത്. ഇന്നലെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എവിടെയാണെന്നുള്ളത്. അപ്പം വളകാപ്പായിരുന്നു, എന്റെ കസിന്റെ ആണ്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ചെല്ലണമായിരുന്നു, 7 മണിക്ക് ചെല്ലണമായിരുന്നു. അങ്ങനെ ചെന്നപ്പോ തന്നെ പായസമൊക്കെ കിട്ടി, രാവിലെ പൊങ്കാല ഇട്ടേന്റെ അതൊക്കെ കുടിച്ച്. എനിക്ക് നേരത്തെ ചെല്ലണമായിരുന്നു കേട്ടോ, കാരണം എനിക്കായിരുന്നു കുട്ടിയെ ഒരുക്കേണ്ട പരിപാടി. അങ്ങനെ നാം ഒരുക്കിയതാ നിർത്തിയിട്ടുണ്ട്. സുന്ദരിയായിരുന്നു കേട്ടോ, സുന്ദരിയായിരുന്നു. അങ്ങനെ ഞാനും അവളും ഒക്കെ ആയിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ എന്റെ വേറൊരു കസിൻ ഉണ്ട്, അവള് അപ്പുറത്ത് നിൽപ്പുണ്ട്. അവൾ അവിടെ ഇരുന്ന് കമന്റ് അടിക്കുകയാണ് കേട്ടോ, കമന്റ് ചെയ്തിട്ട് ഇവളാണ് അവൾ. അങ്ങനെ പിന്നെ നമ്മൾ കണ്ണാടി കാണുമ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുമല്ലോ, ആ പരിപാടിയാണ് കേട്ടോ ഇത്. ഞാൻ എവിടെ കണ്ടാലും പോയി എടുക്കും. ഗൈസ്, നമ്മളങ്ങനെ വൈറ്റ് പൊങ്കാല വളകാപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് ഗൈസ്. ഞാനായിരുന്നു കുട്ടിയെ ഒരുക്കിയത്. അപ്പം ലാസ്റ്റ് പറയണം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ് ഒക്കെ. ഓക്കെ, പറ്റുന്ന വീഡിയോസ് എത്രയും നമ്മൾ എടുക്കുന്നതായിരിക്കും. അങ്ങനെ പിന്നെ മീനുവിന്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചടങ്ങിലേക്ക് കിടക്കാൻ പോവുകയാണ്. എന്റെയും മീനുവിന്റെയും സ്നേഹബന്ധം കണ്ടാൽ ഞങ്ങളാണ് ശരിക്കും കസിൻസ് എന്നേ പറയത്തോളൂ, പക്ഷെ ശരിക്കും എന്റെ ചേട്ടന്റെ വൈഫാണത്. അങ്ങനെ അവരെ രണ്ടുപേരും വന്ന് വിളക്കൊക്കെ കത്തിച്ചു. ഇനി നമ്മൾ യഥാർത്ഥ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കുറെ നേരമായിട്ട് ചടങ്ങ് തുടങ്ങുമെന്ന് പറയുന്നുണ്ടല്ലേ, സോറി കേട്ടോ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പൊ വളകപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളകൾ വേണമല്ലോ, പിന്നെ മഞ്ഞളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വയർ മക്കളെ അങ്ങനെ അവൾ ഇറങ്ങാനായിട്ട് പോകുകയാണ് കേട്ടോ. അവളുടെ ആങ്ങളെയാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ ആങ്ങളയുമാണ്. അവന് നാണം വന്ന് കേട്ടോ, നാണം വന്ന്. അങ്ങനെ ഇറങ്ങാൻ പോകുമ്പോ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അവള് പോകുന്നതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെ വേഗം ഇനി വരുമല്ലേ, ഇനി കുറച്ച് മാസം കൂടെ അല്ലേ ഉള്ളൂ.
അപ്പൊ വേഗം ഇങ്ങ് വരും, വേഗം ഇങ്ങ് വിട്ടേക്കണേന്നാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കണേ കേട്ടോ. ചേട്ടൻ ഓപ്പോസിറ്റ് നടന്നു വരുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ ചടങ്ങ്, പെണ്ണിറങ്ങുമ്പോൾ ചെറുക്കൻ ഓപ്പോസിറ്റ് വരണമെന്നാണല്ലോ. അങ്ങനെ ചെറുക്കൻ നേരത്തെ വീട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ പോക്കാണ് നമ്മുടെ മീനുക്കുട്ടി കേട്ടോ. തിരിഞ്ഞു നോക്കരുതെന്നുള്ള കർശനമായ നടപടിയുണ്ട്. അതിനാൽ കുട്ടി നേരെ നോക്കി പോവുകയാണ് കേട്ടോ. പിന്നെ ദൂരത്തൊന്നുമല്ല, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം, അതുകൊണ്ട് കുഴപ്പമില്ല. അവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അങ്ങനെ നമ്മുടെ കുട്ടി കാറിൽ കയറി പോകുകയാണ് മക്കളെ, കാറിൽ കയറി പോകുകയാണ്. ടാറ്റ മോളെ ടാറ്റ. അവനാണെങ്കിൽ ഒടുക്കത്ത നാണമായിട്ട്, അവൻ ക്യാമറയിലോട്ട് നോക്കുന്നേ ഇല്ല. അപ്പൊ ഇനി അടുത്ത വരക്കത്തിൽ ഒരു എക്സ്ട്രാ ആളും കൂടെ കാണും കേട്ടോ. ആ ആളിനെ കാണാനായിട്ട് നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്യാണ് കേട്ടോ, കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ കുട്ടി ഇതാ പോവുകയാണ് കേട്ടോ. ടാറ്റ ബൈ ബൈ. അങ്ങനെ അവൾ പോയി. പിന്നെ നമ്മൾ മാത്രമായി, നമ്മൾ ഫാമിലീസ് എല്ലാവരും മാത്രം. ഗൈസ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ നമ്മള് വീട്ടിലെത്തി, കുഴഞ്ഞു ഗൈസ്, കുഴഞ്ഞു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ടാറ്റ ബൈ ബൈ.